നമസ്കാരം. സംസ്ഥാനത്ത് പോലീസ് ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. എന്നാൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന യുവാക്കളിലുള്ള ലഹരി ഉപയോഗം കുറയ്ക്കുവാനായി പുതിയൊരു പദ്ധതി നടപ്പിലാക്കുകയാണ് സംസ്ഥാന പോലീസ്. ഈ വർഷം മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയുള്ള ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി 3000 കേസുകളാണ് സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടത്തിയ സർവേ പ്രകാരം സാമ്പത്തിക സ്ഥിരതയുള്ള 25 മുതൽ 35 വയസ്സുവരെയുള്ള യുവജനങ്ങളാണ് ലഹരി മരുന്നുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. അവരുടെ ചെറിയ സൗഹൃദ വലയത്തിൽ മാത്രമായി മയക്കുമരുന്ന് വ്യവഹാരവും ഉപഭോഗവും നടക്കുന്നതിനാൽ പുറത്തൊരാൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവരിൽ ഭൂരിഭാഗം പേരും ജോലി ചെയ്യുന്നത് സ്വകാര്യ മേഖലയിൽ ആണ് എന്നതും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് കേരള പോലീസ് വ്യക്തമാക്കുന്നു. PSC മുഖേന സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതിനുള്ള ശരാശരി പ്രായം 33 വയസ്സാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ സ്വകാര്യ മേഖലയിൽ ജോലിക്ക് കയറാനുള്ള ശരാശരി പ്രായം വളരെ കുറവായതിനാൽ സ്വകാര്യ മേഖലയിലാണ് 30 വയസ്സിൽ കുറവുള്ള 98% യുവജനങ്ങളും ജോലി ചെയ്തു വരുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ പക്കൽ ധാരാളം പണം വന്നു ചേരുന്നുണ്ട്. ഇപ്രകാരം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സാമ്പത്തിക സ്ഥിരതയുള്ള 25 മുതൽ 35 വയസ്സുവരെയുള്ള യുവജനങ്ങളിലാണ് മയക്കുമരുന്ന് ഉപഭോഗം വളരെ കൂടുതലായി കണ്ടുവരുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വകാര്യ മേഖലയുമായി സംയോജിതമായി മയക്കുമരുന്ന് ദുരുപയോഗം തടയൽ, അതായത് പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന പരസ്പര സഹകരണത്തോടെയുള്ള ഒരു സംരംഭത്തിന് കേരള പോലീസ് തുടക്കം കുറിക്കുകയാണ്. എന്തായാലും പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് പ്രകാരം സ്വകാര്യ മേഖലയിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാവുന്നതാണ് എന്ന് കേരള പോലീസ് പറയുന്നു. അതിങ്ങനെയാണ്: ജോലിയിൽ ചേരുന്ന സമയത്ത് മയക്കുമരുന്ന് ദുരുപയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന ഒരു നിർബന്ധിത പ്രതിജ്ഞ എഴുതി ഒപ്പിട്ട് വാങ്ങേണ്ടതാണ്. അതുകൂടാതെ ജോലി സമയത്ത് ക്രമമായി മയക്കുമരുന്ന് പരിശോധനയ്ക്ക് വിധേയമാകാനുള്ള സമ്മതം വാങ്ങേണ്ടതാണ്. പരിശോധനകളിൽ ലഹരി ഉപയോഗം കണ്ടെത്തിക്കഴിഞ്ഞാൽ പിരിച്ചുവിടൽ മുതലായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. സ്വകാര്യ മേഖലയിലെ വിവിധ സംഘടനകളായ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ടെക്, ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ്, FICCI, CII, YI, BNI, KMA പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും അവർ ആ തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. It's a forward-looking and a courageous campaign launched today here in our police headquarters in collaboration with the Young India chapter. This initiative is distinctive and impactful because it is addressing the demand side of the drug menace. This is the space where the real and the lasting change must begin. Further, it also begins with a point of self-discipline, personal accountability and moral leadership from within the system. As we are all aware, the drug menace is the most serious threats facing our society today, both the social, psychological and generational challenge it is. It is destroying the individuals, families, institutions and the future of our youth. While we are enforcing very strongly against the drug menace in the state, even during this year alone 30,000 cases have been detected, with more than 130 persons have been detained under the PIT in NDPS Act. Along with that, we also have taken a very strong action against the
individuals who are using the drugs. Almost about 30,000 cases have been taken, and 30,000 cases have been taken, and 32,870 persons are arrested under various provisions of the NDPS Act. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.